വെൽക്കം ടു ലൈനസ് ബോക്സ്. യുവർ വോയ്സ് യുവർ വിക്ടറി. ഈ കഴിഞ്ഞ ജൂൺ 12 ബാലവേല, ചൈൽഡ് ലേബർ എന്ന ഹീനകൃത്യത്തെ എതിർക്കാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2002 നിശ്ചയിച്ച ദിവസമായിരുന്നു. ദശാബ്ദങ്ങളായി ലോകം കേട്ട മുദ്രാവാക്യങ്ങൾ: ഹാൻഡ്സ് ഷുഡ് ഹോൾഡ് എ പെൻസിൽ, നോട്ട് എ ടൂൾ; ഗിവ് കിഡ്സ് ബുക്സ്, നോട്ട് ബേർഡൻസ്; പുട്ട് ദ ചൈൽഡ് ഇൻ എ ക്ലാസ്, നോട്ട് ഇൻ എ ഗ്ലാസ്; ചൈൽഡ് ഇസ് മെൻ ടു ലേൺ, നോട്ട് ഏൺ. അങ്ങനെ എത്ര. എന്നിട്ടും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇന്നത്തെ കണക്ക് പറയുന്നത് ഗ്ലോബലി 138 മില്യൺ ചിൽഡ്രൻ, അതായത് ലോകത്തിലെ മൊത്തം കുഞ്ഞുങ്ങളിൽ ഏകദേശം 8% ഇപ്പോഴും ബാലവേലയിൽ ഏർപ്പെടുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ തോന്നേണ്ടത് വെറും പുച്ഛം മാത്രം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിസ്റ്റെയിൻ. 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കണ്ടത് 12 മുതൽ 16 മണിക്കൂർ വരെ ടെക്സ്റ്റൈൽ മിൽസ്, ഫാക്ടറീസ്, മൈൻസ് എന്നിവിടങ്ങളിൽ പണിയെടുത്ത് ദുരിത സാഹചര്യത്തിൽ ജീവിച്ചു മരിച്ച കുഞ്ഞുങ്ങളെയാണ്. കോൾ മൈനുകളിലെ ചെറിയ ഇരുണ്ട ടണൽ പാസേജുകളിലൂടെ നുഴഞ്ഞു കയറി ചൂടിലും കരിയിലും കൽക്കരി നിറഞ്ഞ ഭാരമേറിയ കാർട്ടുകൾ വലിക്കാൻ വലിയ ശരീരമുള്ള മുതിർന്നവർക്ക് പറ്റാത്തതുകൊണ്ട് ചെറിയ ശരീരമുള്ള 3 വയസ്സ് മുതൽ 10 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ട്രെയിൻ ചെയ്ത് നിർത്തുമായിരുന്നത്രേ. ഇംഗ്ലീഷിലെ പാരഡോക്സ് അഥവാ വിരോധാഭാസത്തിന് വേറെന്തുദാഹരണമാണ് വേണ്ടത്? 1700കളിൽ വില്യം ബ്ലേക്ക് തൻ്റെ ചിമ്നി സ്വീപ്പർ എന്ന പദ്യത്തിൽ കുറിച്ചു: ചിമ്നി തുടയ്ക്കുന്ന കൊച്ചു ബാലന്മാരുടെ ദുരിതം. When my mother died, I was very young, and my father sold me while yet my tongue could scarcely cry, weep, 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 weep. So your chimneys I sweep, and in soot I sleep. നിങ്ങളുടെ ചിമ്നി ഞാൻ തുടയ്ക്കുന്നു, അതിൻ്റെ കരിയിൽ ഞാൻ ഉറങ്ങുന്നു. ബാലവേലയുടെ ക്രൂരമുഖം ലോകം അറിഞ്ഞു തുടങ്ങിയത് ലൂയിസ് ഹൈൻ എന്ന ഫോട്ടോഗ്രാഫറിലൂടെയാണ്. നാഷണൽ ചൈൽഡ് ലേബർ കമ്മിറ്റിക്കു വേണ്ടി ടെക്സ്റ്റൈൽ മിൽസ്, കോൾ മൈൻസ് തുടങ്ങി അമേരിക്കയിലുടനീളം യാത്ര ചെയ്ത് ചിത്രങ്ങൾ പകർത്തി അദ്ദേഹം. 5000-ലധികം ഫോട്ടോസാണ് ലൂയിസ് ഹൈൻ തൻ്റെ ക്യാമറയിൽ പകർത്തിയത്. 1906 എടുത്ത സെയ്ദേ ഫൈഫർ എന്ന കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം കോട്ടൺ മിൽ ഗേൾ എന്ന പേരിൽ പ്രശസ്തമായി തീരുകയും ലോക ജനതയുടെ കണ്ണുകൾ തുറക്കാൻ കാരണമായി എന്നതും ചരിത്ര വസ്തുതയാണ്. ഈ കഴിഞ്ഞ ജൂൺ 12 ഞാൻ ചിലവഴിച്ചത് നമ്മുടെ ഒറ്റപ്പാലം തോട്ടക്കരയിലെ AJBS എന്ന ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ കൊച്ചു സുഹൃത്തുക്കൾക്കൊപ്പമാണ്. അതിനവസരമൊരുക്കിയത് AMC അലൈഡ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസും സ്റ്റാഫ് കോർഡിനേറ്റേഴ്സുമാണ്. നയന സോഷ്യൽ ക്ലബിലെ അംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു. 4 മുതൽ 10 വയസ്സിനിടയിലുള്ള ആ കുഞ്ഞുങ്ങളോട് അതിമനോഹരമായ ഭാഷയിൽ അവരുടെ പ്രിൻസിപ്പൽ മിസ്സസ് ദീപ ശ്രീകുമാർ ബാലവേലയെക്കുറിച്ചും അവർ എന്തുകൊണ്ട് പഠിക്കണമെന്നും പിന്നെ കഷ്ടപ്പെടുന്ന മറ്റു കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ആഹ്വാനമൊക്കെ ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളിൽ കണ്ട പോസിറ്റീവ് റെസ്പോൺസ് തീർച്ചയായും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഉണ്ടാക്കിയതല്ല. ഇറ്റ് റിഫ്ലെക്ട്സ് ഹൗ ദേ ആർ ഗ്രൂംഡ് ഓൺ എ ഡെയിലി ബേസിസ്. ക്യൂഡോസ് ടു ദ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് AKJS സ്കൂൾ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി AMC സ്റ്റുഡൻസ് ഡാൻസ് ഈവൻറ്റ് തുടങ്ങിയപ്പോൾ നത്തിങ് കുഡ് സ്റ്റോപ്പ് മീ. It was a journey back to my roots. Vox Roots under Linus aims to reconnect us with the people, stories, and values that shape our society. See you in my next episode, Dr. Meena.